എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് ഒരു വെറൈറ്റി ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മീഡിയം സൈസിലുള്ള 2 മാങ്ങ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊന്നും ചെത്തിക്കളയണ്ട കേട്ടോ, തൊലിയോടുകൂടി വേണം ഇതെടുക്കാൻ. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. മാങ്ങ ഇതേ രീതി നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാകാവും കേട്ടോ. ഒത്തിരി നേരം ഇട്ട് അടിക്കുകയാണെങ്കിൽ ഇതങ്ങ് അരഞ്ഞു പോകും. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പോളം വരും കേട്ടോ. ഇതിലോട്ട് നമുക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ മാങ്ങ മാത്രം മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതിലെ വെള്ളമയം ഉള്ളതുകൊണ്ട് അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതേ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങയിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മളിന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ മാങ്ങയും തേങ്ങയെല്ലാം ഒരേപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വറക്കുന്ന സമയമുണ്ടല്ലോ, എല്ലാം ഒരേ രീതിയിൽ നല്ലതായിട്ടൊന്ന് വറക്കാനും പറ്റും. മിക്സ് ചെയ്തെടുത്തത് 2 ബാച്ചായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പകുതി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നോക്കിയാൽ മാങ്ങയും അതുപോലെ തേങ്ങയെല്ലാം ഒരേ രീതിയിൽ നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നമ്മളെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ച് നമ്മളിതാ ഇതുപോലൊരു ചെറിയ ഉരുളി വെച്ച് കൊടുത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. കൂടാതെ ഇതിലോട്ട് 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റോളം നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെയും തേങ്ങയുടെയും മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് മൂത്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇത് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി മുളകും 1 ടീസ്പൂൺ എരിമുളകിൻ്റെ പൊടിയും കൂടെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കട്ടക്കായ ഉണ്ടല്ലോ, ആ കായം വറുത്ത് പൊടിച്ചതാണ്. അതാണ് ഒരു കളർ വ്യത്യാസം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റാം. ഇനി ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ലതായിട്ട് ഇത് തണുത്തിട്ടുണ്ട്. നമുക്ക് മിക്സഡ് ജാറിലോട്ട് മാറ്റാം. എന്നിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിക്കണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇതാ നോക്കിക്കേ, നമ്മുടെ മാങ്ങ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.